ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു വീഡിയോ, ഒരു ലോങ് വീഡിയോ ആണെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിലും എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം, എന്നാൽ കൂടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് പേർക്ക് എങ്ങനെയാണ്, ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നത് എന്നത് വലിയ വലിയ കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ സാധാരണപ്പെട്ട ഒന്നും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അത്യാവശ്യം കാര്യങ്ങൾ മാത്രം ആണ് പറയുന്നത്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആണ് നമ്മൾ, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം YT ക്രിയേറ്റർ എന്നൊരു ആപ്പുണ്ട്, യൂട്യൂബിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിലാണെങ്കിൽ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും പാട്ടുകൾ ഇട്ടുകയാണ്, നമ്മൾ സിനിമ ഗാനങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്കതിനൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ അത് ഒരുപാട് നമ്മൾ യൂട്യൂബിൻ്റെ ഒരുപാട് സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ആകുന്ന സമയത്ത് ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. നമുക്ക് പിന്നെ ഒരാളുടെ സോങ് അനുവാദം കൂടാതെ, അവരുടെ അനുവാദം കൂടാതെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരും. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മൾ YT ക്രിയേറ്ററിൽ നമ്മൾ യൂട്യൂബ് തന്നെ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാത്ത രീതിയിലുള്ള മ്യൂസിക്കുകൾ അതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമുക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് YT ക്രിയേറ്റർ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം YT ക്രിയേറ്റർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് ബാക്കി എന്താ ചെയ്യണമെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരാം. YT ക്രിയേറ്റർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കാണും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ആ പ്ലസ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇതാ നമ്മളൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു കുട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയാണ് സ്ക്രീനിൽ കാണുക. ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണത്. ഫസ്റ്റ് ആദ്യം ഓപ്പൺ ചെയ്ത ശേഷം ആരോ മാർക്കിൽ ആ ലൈനില്ലേ, ആ ലൈന് എവിടെയാണോ കൊണ്ട് വെക്കേണ്ടത്, എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ നമുക്ക് വെക്കാം. എന്ന ശേഷം അവിടെ ആ കത്രികൻ്റെ ചിഹ്നം കാണില്ല, അതിൽ കട്ട് ചെയ്യാം. ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഭാഗം പോകും. നമ്മൾ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ആരോ, ഈ വലത് സൈഡ് കാണുന്ന ആരോയിൽ ഫസ്റ്റ് ആരോ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഭാഗം വീണ്ടും തിരികെ വരും. അൺഡു റീഡു. പിന്നെ നോക്കിയ ഫിൽറ്ററാണ്. ഫിൽറ്റർ നമ്മൾ കൊടുക്കാം. ഏത് ഫിൽറ്റർ വേണമെങ്കിലും നമുക്ക്, ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എങ്ങനെ വേണമെങ്കിലും ആക്കാം. നമുക്ക് നോക്കിയാൽ അറിയാം. ഏതെങ്കിലും കൊടുത്തിട്ട് നമ്മൾ ഡൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ വീഡിയോയിൽ വ്യത്യാസം അറിയാം. നെക്സ്റ്റ് എഫക്റ്റാണ്. നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റിലെ ആണ് നമ്മൾ എഫക്റ്റ് കൊടുത്തത്. അങ്ങനെയാണ് വേണ്ടതെങ്കിൽ, അത് ആവശ്യമുണ്ടെങ്കിൽ അത് ഡൺ ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റാണ്. നമുക്ക് അത് നോക്കിയാൽ അറിയാം ഈ വീഡിയോയ്ക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ബ്രൈറ്റ്നെസ് കൂട്ടുക, സാച്ചുറേഷൻ, കോൺട്രാസ്റ്റ് കൂട്ടുക, അങ്ങനെ ആ ലൈനിൽ അങ്ങോട്ടും ആ സെൻറ്ററിൽ നിൽക്കുന്ന ആ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അതാവശ്യമില്ല. സ്പീഡാണ് നമുക്ക് ആവശ്യം. സ്പീഡ് നമ്മളുടെ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടണം. ഒത്തിരി വീഡിയോ സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ ആ സ്പീഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടുകയും ഇങ്ങോട്ടാക്കി കുറയ്ക്കുകയും ചെയ്യാം. 2.1 എന്നൊക്കെ പറയുന്നത് കൂട്ടലും, 0.3 എന്നൊക്കെ പറയുന്നത് സ്ലോ മോഷനൊക്കെ ആയിട്ട് വരും. വീഡിയോ സ്ലോ മോഷനായിട്ട് വരും. നെക്സ്റ്റ് വോളിയം. നമ്മളുടെ വീഡിയോൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയാണ്. അത് ഫുള്ളാക്കി വെക്കാം. നമുക്ക് ആവശ്യമില്ല വെച്ചാൽ നമുക്ക് കമ്മിയാക്കി വയ്ക്കാം. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ആക്കി കൊടുക്കാം. നെക്സ്റ്റ് ഓഡിയോ ക്ലീനപ്പാണ്. ഓഡിയോ ക്ലീനപ്പ് പറഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്
മറ്റേതെങ്കിലും സൗണ്ട് അതിൽ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാക്കിൽ വണ്ടികളുടെ സൗണ്ട്, പിന്നെ അല്ലെങ്കിൽ ഒരു പക്ഷികൾ കത്തുന്ന സൗണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ ക്ലീനപ്പ് കൊടുത്താൽ നമ്മളുടെ സൗണ്ട് മാത്രം എടുത്ത് കാണിക്കും. ബാക്കി ആ ബാക്കിലുള്ള സൗണ്ടുകളൻ്റെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കും. പക്ഷേ വീഡിയോൻ്റെ ലെങ്ത്ത് അനുസരിച്ചായിരിക്കും അത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പിടിക്കും കേട്ടോ, കുറച്ച് നേരം പിടിക്കും. നെക്സ്റ്റ് റൊട്ടേറ്റ് ആണ് കേട്ടോ. നമുക്ക് ഈ നമ്മുടെ വീഡിയോ ഏത് രീതിയിൽ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഡിലീറ്റ് ഓപ്ഷൻ, പിന്നെ ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഈ ലെവലിലിരിക്കും. ഇനി അടുത്തത് നെക്സ്റ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് പോകും. ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് നമ്മൾക്ക് ഈ വീഡിയോന് ഒരു ടെക്സ്റ്റ് അതിൽ വരണം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അടിച്ചു കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിതാ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ആ സ്ക്രീനിൽ തൊട്ടുകൊണ്ട് തന്നെ നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. പിന്നെ ഈ ലെറ്റർ എവിടെ മുതൽ വരണം, ഇപ്പോൾ ഫസ്റ്റ് മുതലാണ് വരേണ്ടത്, ഫസ്റ്റ് ആ ഒരു ലെങ്ത്തിൽ മാത്രം വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നീക്കി ആ ഫസ്റ്റ് ലെങ്ത്ത് ഏത് വരെ ആ ഫസ്റ്റ് കട്ടിൻ്റെ അവിടെ വരെ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് കട്ടിൻ്റെ അവിടെ വരുത്താം. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അവിടെ ആ കട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ലെറ്റർ വരില്ല. അപ്പോൾ നെക്സ്റ്റ് അതാണ്. പിന്നെ എഡിറ്റ് അതിൻ്റെ എന്ത് വേണമെങ്കിലും നമുക്ക് ലെറ്റർ സ്റ്റൈൽ മാറ്റാം, എല്ലാം അതിലുണ്ട്. സ്റ്റിക്കർ നമുക്ക് നമ്മൾ വീഡിയോ ചെയ്തു, നമ്മളെ ഇത് യൂട്യൂബ് തരുന്ന കുറേ സ്റ്റിക്കേഴ്സ് അതിലുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള സ്റ്റിക്കർ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്താണ്, നമ്മൾ ലൈക്ക് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉള്ള വീഡിയോസുകളൊക്കെയാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ റീൽസിനെ ലൈക്ക് ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ എവിടെ മുതൽ വരണം, ഫസ്റ്റ് ഇവിടെ മുതൽ ലൈക്ക് ചെയ്യുക അങ്ങനെയുള്ളത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് ആ ആരോ അവിടെ കൊണ്ട് വെച്ച് എത്ര വരെ നീട്ടണം, ഇവിടെ നിന്ന് അറ്റം വരെ നമ്മൾ വീഡിയോ അവസാനിക്കുന്നത് വരെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ആ ആരോയിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നീക്കി കഴിഞ്ഞാൽ നമുക്ക് അതുവരെ വരും. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം ആ ലൈക്ക് സബ്സ്ക്രൈബർ എന്നുള്ളതൊക്കെ വരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ സൗണ്ട് എഫക്റ്റാണ്. ആ സൗണ്ടിൻ്റെ ചിഹ്നത്തിൽ ആക്കിയാൽ നമ്മുടെ യൂട്യൂബ് തരുന്ന സൗണ്ട് എഫക്റ്റ് മ്യൂസിക്കൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. പ്ലേ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ട്യൂണൊക്കെ നമുക്ക് ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അവിടെ ആ സൗണ്ട് ട്യൂണ് വരും കേട്ടോ. ഇതേപോലെ തന്നെ ട്യൂണ് എവിടെ മുതൽ എവിടെ വരെ വേണം എന്നുള്ളത് സ്റ്റിക്കർ ചെയ്ത പോലെ തന്നെ നീട്ടി വലിച്ച് നമുക്കതിൽ പ്ലേ ചെയ്യാം. പിന്നെ യുവർ മ്യൂസിക്, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച മ്യൂസിക്കുകൾ, കോപ്പിറൈറ്റ് ഇല്ലാതെ ഉള്ള മ്യൂസിക്കുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച സൗണ്ട് എഫക്റ്റുകളാണ്. അപ്പോൾ ഈ സൗണ്ട് എഫക്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ എഫക്റ്റുകൾ നമുക്ക് വീഡിയോൻ്റെ ഏത് ഭാഗത്ത് വേണം ആ ഭാഗത്തേക്ക് നമുക്ക് നീക്കി വയ്ക്കാം. വേണ്ട സൗണ്ടിൻ്റെ അത് കട്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, എത്ര വേണം എന്ന് കട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. എല്ലാം ഇതിന് പറ്റും കേട്ടോ. നെക്സ്റ്റ് വോയിസ് റെക്കോർഡാണ് കേട്ടോ. വോയിസ് റെക്കോർഡ് നമ്മുടെ ഓൺ വോയിസിൽ നമ്മൾ പറഞ്ഞ് ചെയ്യുന്നവരുണ്ട്. ഷോർട്സ് ആണെങ്കിലും വീഡിയോ, വലിയ ലോങ് വീഡിയോ ആണെങ്കിലും. അപ്പോൾ ആ വോയിസ് റെക്കോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വോയിസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ട്യൂണോ ഒന്നും വേണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വോയിസ് റെക്കോർഡ് കൊടുക്കാം. വോയിസ് റെക്കോർഡ് ചെയ്താൽ നമുക്ക് മ്യൂസിക്കും കൊടുക്കാം കേട്ടോ. മ്യൂസിക്കിൻ്റെ സൗണ്ട് കമ്മിയാക്കിയാൽ മതി. സെലക്ട് ചെയ്തിട്ട് മ്യൂസിക്കിനെ സെലക്ട് ചെയ്ത് സൗണ്ട് കമ്മിയാക്കി വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വരും. പിന്നെ വോയിസ് റെക്കോർഡിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആ ഭാഗം എടുത്ത് കട്ട് ചെയ്ത് മാറ്റാം. അതാണ് കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വോയിസ് റെക്കോർഡാണെങ്കിലും വീഡിയോ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഏതിലാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ആ ഭാഗം ആ കത്രിക പോലത്തെ ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഡിലീറ്റ് അമർത്തിയാൽ പോകും. പിന്നെ അത് ചേർത്തി വെച്ചാൽ മതി. നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഭാഗം വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ബാലൻസ് ഭാഗത്തിനെ അതോടൊപ്പം ചേർത്തി വെച്ചാൽ മതി.
പിന്നെ ഇതിൽ അറിയുന്നുണ്ട് നമ്മൾ അക്സെപ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളുടെ മൊബൈലിൽ വീഡിയോ ഏത് രീതിക്കാണോ നമ്മൾ എടുത്തിരിക്കുന്നത്, ചെരിച്ചാണെങ്കിൽ ചെരിച്ച്, നീളത്തിലാണെങ്കിൽ നീളത്തിൽ, ആ രീതിക്കുള്ള ചരിച്ചെടുത്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ 16:9 അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ അങ്ങനെ ആയിട്ട് വരും. സേവ് കൊടുക്കുക. അപ്പോൾ നിർത്തിയെടുത്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ 9:16 അങ്ങനെ ആ ലെവലിൽ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ ഇത്രയൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ, എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ആ മുകളിലെ ആരോ മാർക്ക് ചിഹ്നം എക്സ്പോർട്ട്, മുകളിലേക്ക് ആരോ മാർക്കായിട്ടൊരു ചിഹ്നം കണ്ടില്ലേ, 3 ഡോട്ടിൻ്റെ താഴെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് വരും. എക്സ്പോർട്ട് കൊടുത്താൽ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആവും. ലോങ് വീഡിയോ ആകുമ്പോൾ കുറച്ച് നേരം പിടിക്കും, ഷോർട്ട്സ് വീഡിയോ ആകുമ്പോൾ വേഗത്തിൽ സേവായി വരും. അപ്പോൾ നമ്മൾ ഈ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് ആയിട്ടിടാം, ലോങ് വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഈ ആപ്പ് നിങ്ങൾക്ക് നന്നായി ഉപകരിക്കും കേട്ടോ. പിന്നെ വീഡിയോയും തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു നടുവിലൊരു വട്ടം കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ട്രാൻസിഷൻസ് ഒക്കെ വരും. അതായത് നമ്മൾ ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ അറിയും. അത് റൗണ്ടിലാണെങ്കിൽ റൗണ്ടിൽ ഈ ലെവലിൽ അടുത്ത ഭാഗം കാണിക്കുമ്പോൾ ആ വീഡിയോയിൽ തന്നെ അടുത്ത ഭാഗം കാണിക്കുന്നത് ഏത് രീതിയിലാവണം, ഇങ്ങനെ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് വേണ്ട, വീഡിയോയിൽ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കാണാനും ഭംഗിയുണ്ടാവും. ഓക്കെ, ഇതാവശ്യമുണ്ടെങ്കിൽ ഓക്കെ ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പ്ലസ് കാണുന്ന കണ്ടില്ലേ, ഈ പ്ലസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഏത് വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ആ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അത് വീണ്ടും നമുക്ക് ആ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം, ആ വീഡിയോയുടെ ഒപ്പം തന്നെ. അപ്പോൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടേ നമുക്ക് അടുത്ത വീഡിയോ ചേർത്തിക്കൊണ്ടേ ഇരിക്കാം. അതിനു വേണ്ടിയാണ് ആ പ്ലസ്. അപ്പം നമുക്ക് ഇത്രേ അറിയേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്കാണ് പറഞ്ഞു തന്നത്, ഞാൻ ചെയ്യുന്ന രീതിയൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾക്ക് ചെറിയ നമ്മളുടെ ഷോർട്സുകളും വീഡിയോകളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ YT ക്രിയേറ്റർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇനി ഇതിലും വേറെ ഒരു തംബ്നെയിലുണ്ട്. തംബ്നെയിൽ നമ്മളിപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ തംബ്നെയിൽ കണ്ടിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഹെഡ്ലൈനൊക്കെ എഴുതിയിട്ട് തംബ്നെയിൽ നമ്മുടെ ഫോട്ടോ കാണുമ്പോഴാണ് അതിലെന്താണ് എന്ന് നോക്കാനുള്ള ഒരു ആകാംക്ഷ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് തംബ്നെയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. തംബ്നെയിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അടുത്തതിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.